ഇന്ന് സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷേ ഈ നിയമമുണ്ടായത് വെറും മതകാരണങ്ങൾ കൊണ്ടുമാത്രമല്ല. കഥ നടക്കുന്നത് 1951-ലാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകനായ കിങ് അബ്ദുല്ല അസീസ് ഇബ്ന് സൗദിന്റെ മകൻ പ്രിൻസ് മിഷാരി ബിൻ അബ്ദുല്ല അസീസ് അന്ന് ജിദ്ദയിൽ ഉണ്ടായിരുന്നു. അന്ന് സൗദിയിൽ മദ്യം നിരോധിച്ചിരുന്നില്ല. വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ചില പ്രത്യേക ആളുകൾക്കും മദ്യം ലഭ്യമായിരുന്നു. ഒരു രാത്രി പ്രിൻസ് മിഷാരി മദ്യപിച്ചു. ബ്രിട്ടീഷ് വൈസ് കോൺസൽ ആയ സിറിൽ ഉസ്മാനുമായി വഴക്ക് ഉണ്ടായി. അത് പിന്നീട് വാക്കേറ്റമായി മാറി. തുടർന്ന് പ്രിൻസ് മിഷാരി തന്റെ തോക്ക് എടുത്ത് സിറിൽ ഉസ്മാനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ സംഭവം രാജ്യം മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. സൗദി നിയമം രാജകുമാരനെയും ഒഴിവാക്കിയില്ല. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടവന്റെ ഭാര്യയ്ക്ക് ശിക്ഷ നിർണയിക്കാനുള്ള അവകാശം നൽകി. അവർ വധശിക്ഷ ആവശ്യപ്പെട്ടില്ല. പകരം $70,000 നഷ്ടപരിഹാരം സ്വീകരിച്ചു. കിങ് അബ്ദുല്ലസീസ് തന്റെ മകന്റെ വധശിക്ഷ കുറച്ചു. ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു: ഇനി മദ്യം രാജ്യത്ത് ഉണ്ടാകരുത്. 1952-ൽ സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചു.